ഹായ് ഫ്രണ്ട്സ്, സ്വപ്നസഞ്ചാരിയിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോഴത്തെ ഇന്ന് തെന്മല ഡാമിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു അഡ്വഞ്ചർ പാർക്കും ഇവിടുത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. തെന്മല ഡാമിൻ്റെ മറു സൈഡ്, അതായത് നമ്മൾ മറു സൈഡിൽ കൂടെ കയറി പോയിട്ട് ഇപ്പർ സൈഡിൽ കൂടെ വരികയാണ്. അപ്പോൾ ഇവിടെ 70 രൂപയാണ് പാസ്. അപ്പോൾ ഇതിൻ്റെ പാസ് എടുക്കുന്നത് നമ്മുടെ മെയിൻ എൻട്രൻസിൽ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ പാർക്കിലെ വിശേഷങ്ങളാണ്, അടിപൊളിയായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അങ്ങ് അറ്റം വരെ കാണാം. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ ഡാമിൻ്റെ ഞാൻ പകുതിയോളം ദൂരം നടന്നു വന്നിട്ടുണ്ട് ഈ പാലത്തിൽ കൂടെ. ഇതേ അക്കരെ മലയിൽ കാണുന്ന ഒരു കാഴ്ചയെ കാണാൻ നല്ല കൗതുകമുണ്ട് കേട്ടോ. അപ്പോൾ നേരെ പാലത്തിൽ കൂടെ നടന്ന് ഇങ്ങനെ പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പിങ്ക് പോലീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ കാണുന്ന ഒരു 6 ഡോറാണ് കേട്ടോ. അതായത് ഡാമിൻ്റെ ഷട്ടറാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ റോപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ മേളിൽ ചുറ്റി നിർത്തിയിരിക്കുന്നുണ്ട്. റോപ്പാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇതിങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള യൂണിറ്റാണ് ആ കാണുന്നത് കേട്ടോ. വൈദ്യുതി ഭവനാണ് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ആ പോകുന്നത് കേട്ടോ. അപ്പോൾ മെയിൻ പാലം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം അടിപൊളിയാണ് കേട്ടോ. നല്ല പച്ചപ്പുള്ള സ്ഥലമായതുകൊണ്ട് കാണാനും കൗതുകമാണ്. ഈ കാണുന്നത് കംപ്ലീറ്റ് ഷട്ടറിൻ്റെ സെറ്റപ്പുകളാണ് കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു കൗതുകം കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് ഈ വെള്ളം വന്ന് അടിയുമ്പോൾ ഉള്ള വേരുകൾ വരുന്നതാണ്. ഇതെല്ലാം അടിപൊളി വേരുകളാണ് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ഡിസൈൻ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്ന വേരുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇവിടെ നിന്ന് ഇറങ്ങിയെടുക്കാൻ പറ്റത്തില്ല. ഡാമിനുള്ളിലാണ് ഇതിങ്ങനെ വന്ന് അടിഞ്ഞു കിടക്കുക കേട്ടോ. ഇത് കാണാനായിട്ട് ഭയങ്കര കൗതുകമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറിയ അടുത്ത പാർക്കുകളൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പാലത്തിൻ്റെ മറു സൈഡാണ്. അപ്പോൾ ഇവിടെ കൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട് പോകാം. അപ്പോൾ ഇവിടെയെല്ലാം ഒരുപാടുള്ളത് കുരങ്ങന്മാരാണ് കേട്ടോ. കണ്ടില്ലേ, അവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഭയങ്കര കാര്യമായിട്ട് എന്തോ പേന് നോക്കുകയോ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള അപ്പോൾ ഫ്രണ്ട്സ്, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ മറുകരയിൽ വന്നിട്ടുള്ള കാഴ്ചകളാണ്. ഈ വനത്തിനകത്തൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരു അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ ഒരുപാട് കുരങ്ങാനുണ്ട്. കുരങ്ങനൊക്കെയാണ് ഞാൻ ഏകദേശം കണ്ടത്. ഇവിടെയൊക്കെ നല്ല ക്ലൈമറ്റാണ് കാണാനായിട്ട്. ഒരു മഴയും കൂടെ പെയ്തുകൊണ്ട് അടിപൊളി ലുക്കാണ് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മറു സൈഡിലൂടെ ഇറങ്ങി പോകാനുള്ളതാണ് കേട്ടോ. കുറച്ചുകൂടെ നടന്നു വന്നപ്പോൾ അമ്മയും കുഞ്ഞിനെയും കണ്ടു. അപ്പോൾ നമ്മൾ ആഹാരം വല്ലതും കയ്യിലിരിക്കാമെന്ന് അവരിങ്ങനെ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സെറ്റപ്പ് കുട്ടി കേട്ടോ. ക്യൂട്ടായിട്ടുണ്ട് ഈ കുട്ടി കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ട്രക്കിങ്ങും ട്രാവലിങ്ങും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ തെന്മല ഡാമിൽ ഞാനും വിചാരിച്ചു ഇത്രയും കാലം ഒന്നുമില്ല എന്നുള്ള ഒരു വിചാരത്തിൽ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാൽ പോലും ഈ ഡാമിൽ കയറത്തില്ലായിരുന്നു. കാരണം ഒന്നുമില്ലല്ലോ. ആ ഡാമിൽ വെറും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രം കൂടി മാത്രമാണെന്നാണ് എൻ്റെ വിചാരമായത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യൂ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ നല്ല വേനൽക്കാലത്ത് വന്നാലും നല്ല തണുപ്പുണ്ടാവും. കാര്യം ഇവിടെ മൊത്തം തണലാണ്, കാണാനായിട്ട് കിടിലമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്തുകൊണ്ട് ഇവിടുത്തെ ലുക്ക് പൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ ഒരുപാട് ആൾക്കാർ എടുക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സെറ്റപ്പുള്ള സ്ഥലം കേട്ടോ. അപ്പം മറക്കാതെ വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് തെന്മല ഡാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇരുന്ന് വള്ളിയിൽ ആടാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരെ നടന്ന് ഏകദേശം ഫ്രണ്ട് എൻട്രൻസിൻ്റെ അവിടെ എത്താറായി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പാർക്കിലേക്ക് കയറണം. അപ്പോൾ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഇത് ഒരു സൈഡ് കറങ്ങി വന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് അഡ്വഞ്ചർ പാർക്കിനകത്താണ് കയറുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ സെറ്റപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പാസ് എടുക്കണം. നമുക്ക് കയറാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാർക്കിനകത്താണ് നമുക്ക് കയറാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് നമുക്ക് 70 രൂപയാണ് കേട്ടോ. ആ ഒരു സെറ്റപ്പ് എടുത്തത് ഇതിനകത്തൂടെ നമ്മളകത്ത് പോകണം. അപ്പോൾ ഇവിടെ കുറേ ഡിനോസറിൻ്റെയൊക്കെ പ്രതിമ തുടക്കത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാനായിട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ കുരങ്ങൻ്റെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുരങ്ങൻ്റെ കുഞ്ഞിൻ്റെ സമയമാണെന്ന് തോന്നുന്നത്. ഒരുപാട് ഇരിപ്പാണ് കേട്ടോ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഞാൻ നേരെ പാസ് എടുക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ടിക്കറ്റ് കയ്യിലടിച്ച് തന്നിട്ടുണ്ട്. 70 രൂപയാണ് കേട്ടോ. 70 രൂപയുടെ ടിക്കറ്റ് അടിച്ച് തന്നിട്ടുണ്ട്. നേരെ ഇനി പാർക്കിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വൺ സെറ്റപ്പാണ്. നല്ല പച്ചപ്പും നല്ല അടിപൊളി തണലത്ത് കൂടി നമുക്ക് നടന്ന് ആസ്വദിച്ച് കാണാനായിട്ടുള്ള
സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. ഞാനങ്ങനെ നടന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് തുടങ്ങുന്ന കാഴ്ച തന്നെ ഡിനോസർ കണ്ടാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി നമ്മൾ കണ്ടുവരുന്ന ഒരു ചൂരലിൻ്റെ മുള്ളാണ്. ഇത് ഉൾവനങ്ങളിൽ പൊയ്യാൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഇത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ടും അടിപൊളിയാണ്. അടുത്തത് ആദ്യം ഒരു കുരങ്ങൻ്റെ പ്രതിമ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇവിടുത്തെ വഴികൾ കണ്ടില്ലേ, അടിപൊളിയാണ്. കാടിനകത്തൂടെ ഇങ്ങനെ പോകുന്ന പോലെ കരിങ്കല്ലൊക്കെ പാവി. അഡ്വഞ്ചർ പാർക്കിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ നടന്ന് തന്നെ കാണണം, ഒരുപാട് നടന്ന് കാണണം. പിന്നെ ചൂരലിൻ്റെ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ചൂരലൊക്കെ വനത്തിൽ പോയില്ലേ കാണാവൂ. അപ്പോൾ ഈ അഡ്വഞ്ചർ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നടന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരുപാട് ഡിനോസറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഡിനോസറിൻ്റെ ഒരു ബഹളം തന്നെയാണുള്ളത് കേട്ടോ. ഒരുപാട് ഡിനോസറിൻ്റെ പ്രതിമകളുണ്ട് ഇവിടെ കണ്ടില്ലേ. ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ചെറിയൊരു പാലം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെയൊക്കെ പോകാനായിട്ട് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒരു വൺ സെറ്റപ്പ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഡിനോസറൊക്കെ കുറേ കാലപ്പഴക്കങ്ങളായി പെയിൻറ്റ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത സമയത്ത് വന്നിരുന്നെങ്കിൽ ഇത്തിക്കൂടെ അടിപൊളിയായിരിക്കുമായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ നോക്കിയാലും ഇങ്ങനെ ഡിനോസറിൻ്റെ ഒരു ബഹളം തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വഴിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഡിനോസർ കാണുമ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് തോന്നും. അത്രയ്ക്ക് സെറ്റപ്പ് കാടിനകത്താണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ വഴി ഉണ്ടല്ലേ, വള്ളിക്കുടിൽ പോലും ഇങ്ങനെ വള്ളിക്കുടിനകത്തൂടെയൊക്കെ പോകാനായിട്ട് ഈ സിറ്റിയിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. നമ്മളൊക്കെ ഈ വനത്തിൻ്റെ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കും അത്രമേൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷേ ഈ ഒരു സിറ്റി ലൈഫ് ജീവിക്കുന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ ഈ തെന്മല ഡാം. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ലേ, ഡിനോസറിൻ്റെ വലിയ പ്രതിമകളൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥയാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള സ്ഥലം. അതായത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ട് വനത്തിനകത്തൂടെ നമുക്ക് കണ്ട് നടക്കാൻ പറ്റുന്ന ഒരിടം. പിന്നെ വഴിയെക്കുറിച്ച് ഞാൻ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇനി ഡിനോസറിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അടുത്തിനി അങ്ങോട്ട് ഡിനോസർ കോട്ട അത് മാത്രമേ ഉള്ളൂ. വീണ്ടും ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പം ഞാൻ ഈ തിരക്കൊഴിഞ്ഞ സമയത്ത് വന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുറകെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സഞ്ചാരികൾ ഈ ഒരു വെക്കേഷൻ സമയമായപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് സെറ്റപ്പാണ്. ഒരുപാട് നേരം ചിലവഴിക്കാൻ പറ്റുന്ന ഒരിടം കൂടെയാണ് കേട്ടോ. അപ്പോൾ നല്ല കാശ് മുടക്കി ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സ്റ്റെപ്പൊക്കെ ചെയ്ത് നല്ല പൊളിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടക്കാൻ തന്നെ ഏകദേശം 2-3 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ നടന്ന് നമുക്കിവിടെ നിന്ന് കംപ്ലീറ്റ് ഇരുന്ന് വിശ്രമിച്ചൊക്കെ പോകാനായിട്ടുള്ള ഒരിടം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ കണ്ടില്ലേ, വളരെ സെറ്റപ്പാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാലത്തിന് ശേഷം ട്രാവലായിട്ട് ഇറങ്ങിയതാണ്. ഇനി അങ്ങോട്ട് ഞാൻ RC200-ലായിരിക്കും ട്രാവൽ ചെയ്യുക കേട്ടോ. അപ്പോൾ RC200-ൽ ഓൾട്രേഷൻ ചെയ്യാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ബാക്കിൽ ലഗേജൊക്കെ വച്ച് കെട്ടി പോകാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ അതിന് ഉള്ള സെറ്റപ്പ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ RC200-ൽ RC ബൈക്കുകൾ ബാക്ക് നമുക്ക് ലഗേജ് വച്ച് കെട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ സിനിമയിൽ കാണും പോലെ കുറേ പ്രതിമകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മളൊരു എന്താണെന്ന് പറയുക, മുഖം മൂടി പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. മണിച്ചിത്രത്താഴിലെ ശോഭന ചേച്ചിയുടെ പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ. അഡ്വഞ്ചർ പാർക്കിനകത്ത് നടന്ന് ഊപ്പാട് വരും കേട്ടതാ, കംപ്ലീറ്റ് വിയർത്ത്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ട്രക്കിങ്ങാണ്, പക്ഷേ ഭയങ്കര രസകരമായ കാഴ്ചകളാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ. കുറേ ദൂരം ഡിനോസർ, കുറേ ദൂരം വരെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വനത്തിനകത്തൂടെയാണുള്ള ഫുള്ള് യാത്ര, കിളികളുടെ കരച്ചിലും അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി ഒരു അനുഭവം. അതായത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൈമറ്റാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ അത് കണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു മാമ ഒളിച്ചിരിക്കുന്നു കണ്ടാ, അടിപൊളി. ഒരു മാമൻ്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി ഒരു ഗുഹയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കണ്ട് ഞാൻ നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ 3-4 കല്ലുകളാണ് ഇട്ടേക്കുന്നത്. പക്ഷേ അത് എന്തൊക്കെ ഒരു ക്ഷേത്രത്തിൻ്റെ ലുക്കിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊരു കയറ്റം കയറി വന്നിട്ട് ഇനി താഴേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ. ഇനി ഇറങ്ങി നമ്മൾ നേരെ താഴെ ഡാമിൻ്റെ
ആ ഒരു അടിവാരത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇത്തിക്കൂടെ ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. ഈ വന്ന കാഴ്ചകളെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ട് ഞാൻ എന്തായാലും മടങ്ങി ഇറങ്ങുകയാണ്. ദേ ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും കണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് സ്റ്റെപ്പാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴെ പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തേടില്ല, ഇവിടെ 4 പേര് ഇരിക്കുന്നതായിട്ടുള്ളൊരു ഒരു വിഗ്രഹം പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ദാ ഇവിടെ കണ്ടില്ല, നമുക്ക് ഈ ചിറക് പോലെ വെച്ച് ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ പ്രതിമകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഈ ചിറക് പോലെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കുന്ന ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഈ ചിറക് പോലത്തെ സെറ്റപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഡാമിൻ്റെ അടിത്തട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം വരുന്ന കണ്ടില്ലേ, അവിടെ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ബാലൻസ് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ഈ ആറിലേക്ക്. അപ്പോൾ ഇവിടേക്ക് നല്ല ആഴമാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല തണുത്ത കാലാവസ്ഥയിൽ ഇരിക്കാമെന്നുള്ളൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്ന് നമ്മൾ ഇനി അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയെന്ന് പറഞ്ഞാൽ അടിപൊളി, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ലുക്കാണ് കേട്ടോ. ലുക്കായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ഒരു സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ലുക്കിൽ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അടിപൊളിയാണ്. ഈ ഒരു ഇതിൽ നടക്കുന്നതൊക്കെ നമുക്കൊരു വേറെ ലെവലായിട്ട് തോന്നും, അത്രയ്ക്ക് ക്യൂട്ടായിട്ട് തോന്നും. അങ്ങനത്തെ ഒരു സ്ഥലം. വൺ സൈഡ് ഇങ്ങനെ ആറും വൺ സൈഡ് ഇങ്ങനെ മൊത്തം പച്ചപ്പും ഇരിക്കാനുള്ള സെറ്റപ്പും. അതായത് ഞാൻ ഈ പാർക്കിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരിടം കൂടിയാണ് കേട്ടോ ഇവിടെ. അത് കണ്ടില്ലേ, ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ അവിടെ പോയിട്ട് അവിടെ ആ ബ്രിഡ്ജിൽ കയറി നമുക്ക് ലാസ്റ്റാണ് നമ്മൾ ആ ബ്രിഡ്ജിൽ കയറി നമുക്കത് വീഡിയോ എടുത്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ കണ്ടില്ലേ, കംപ്ലീറ്റ് ബട്ടർഫ്ലൈ ആണ്. ഈ ഒരു ചെടിയെല്ലാം ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പൂത്ത് കൂടെ വലുതാവാനുള്ള ഇതുണ്ട്, കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ പൂത്തിരിക്കണം. ഭയങ്കര രസമാണ്. ഇതും കണ്ടാണ് നേരെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 100 മീറ്ററേ ഉള്ളൂ നമുക്ക് ഈ പാലത്തിൻ്റെ അങ്ങോട്ട് ചെല്ലാനായിട്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ദേ അങ്ങനെ നടന്ന് ഏകദേശം ഒരു പരുവമായി. അപ്പോൾ ഞാനും തളർന്നു. ഊണ് കഴിച്ചിട്ട് കയറിയാൽ മതിയായിരുന്നു ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്നും കഴിക്കാതെ കയറിയാണ്. ദേ ഇവിടെ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ചെയറിൻ്റെ 4 സൈഡും ചെടിയാണ് കേട്ടോ ഈ നട്ടിരിക്കുന്നത്. അത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്, ഒരു മഞ്ഞ പൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തേ കണ്ടില്ലേ, വണ്ടി വരാനുള്ള സൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കത് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇവിടെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേൾ സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, വൺ സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഗ്ലാസ് ബ്രിഡ്ജ് എങ്ങനെയാണ് അതിനെ ഉറപ്പിച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, ഈ റോപ്പ് ഇതിൻ്റെ അടിയിൽ വലിയ ബീം ചെയ്ത് അതിൽ കെട്ടി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ബ്രിഡ്ജ് കാണുന്നുണ്ടല്ലേ. ഈ ബ്രിഡ്ജിൻ്റെ നടുക്കൂടെ അങ്ങ് അപ്പുറം സൈഡിൽ പോകാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ഇറങ്ങി ചെല്ലാനായിട്ട് മാത്രമേ പറ്റുള്ളൂ. ഞാൻ കാണിച്ചിരുന്നത് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, കണ്ടില്ലേ. ഇവിടെ വന്നാൽ ഈ ഒരു ബ്രിഡ്ജിൽ കയറി ഫോട്ടോ എടുക്കാതെ പോയ വൺ നഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തായാലും കയറി പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം കയറി അവിടെ നിന്നൊരു ഡാമും കാണാം. നമുക്ക് തിരിച്ച് വന്ന് നമ്മൾ ആ പാലവും കാണാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സെറ്റപ്പ്. ഈ ഒരു ഭയങ്കര വലിയ പാലമൊന്നുമല്ല, എങ്കിലും നമ്മുടെ ഈ നാട്ടിലുള്ളതിൽ നല്ല സെറ്റപ്പ് ഒരു പാലം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഈ പാലത്തിൻ്റെ നടുക്കേക്ക് നടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ദേ ലാസ്റ്റ് ഈ റോപ്പിൻ്റെ പാലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദേ മൊത്തം റോപ്പ് ഈ ഇരുമ്പ് റോപ്പാണ്, മറ്റേ റോപ്പിൽ ചെയ്തേക്കുന്ന പാലത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ഡാമിൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ കാണുന്ന ഒരു പാലമാണ് ഈ ഡാമിൻ്റെ പകുതിയിൽ ഈ ചെയ്തേക്കുന്ന പാലം. ഇത് നമ്മൾ അഡ്വഞ്ചർ പാർക്ക് കയറി ലാസ്റ്റ് നമ്മൾ മൊത്തം നടന്ന് തളർന്ന് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് കാണുന്ന ഒരു പാലമാണ്. അപ്പോൾ ഈ പാലം കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ പാർക്കിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.